ഹലോ, ബീഫ് ബിരിയാണിയുടെ ഒപ്പം ഒരു കൊഞ്ച് ഫ്രൈ കൂടി ചെയ്തിരുന്നു. അത് എങ്ങനെ ചെയ്തെന്ന് നോക്കാം. എൻ്റെ ഫ്രണ്ട് 6-7 കൊഞ്ച് തന്നിരുന്നു. ഇപ്പോൾ സീസണാണ് കൊഞ്ചിൻ്റെ. തുലാം വൃശ്ചികം മാസങ്ങളിൽ പുഴയിലെ വെള്ളത്തിന് ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ പായൽ വരുമ്പോഴേക്കും അതിൻ്റെ ഒപ്പം കുറേ കൊഞ്ചും കൂടെ വരും. നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കണം കൊഞ്ച് കട്ട് ചെയ്യണതിന് മുന്നായിട്ട്. ഈ കൊഞ്ചിൻ്റെ ആൻറ്റിനെയൊക്കെ നല്ല കട്ടിയാണ്, അതുപോലെ ഞണ്ടിൻ്റെ പോലത്തെ കാലും ഉണ്ടാവും. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നല്ല കളിയുള്ള സമയമാണ്. കളി മീൻസ് ആ പൊന്നുള്ള സമയമാണ്. ഞാനിപ്പോൾ കൊഞ്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് അതിൻ്റെ ഈ കാലുകൾ, പിന്നെ അതിൻ്റെ ആൻറ്റിന, പിന്നെ ഞണ്ടിൻ്റെ പോലെ ക്ലോ ഉള്ള കാല്, അതെല്ലാം വൃത്തിയാക്കിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പുറകിലായിട്ട് ഒരു വെയിൻ ഉണ്ടാവും, അതും എടുത്ത് മാറ്റണം. തലഭാഗത്തൊരു അഴുക്കുണ്ടാവും. വെയിൻ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴേക്കും ആ വെയിൻ കിട്ടും. പിന്നെ ഈ തലയുടെ ഈ ഭാഗത്തായിട്ട് ഒരു അഴുക്ക് ബാഗ് ഉണ്ടാവും. ഇതാണ് ആ അഴുക്ക് ബാഗ്, അതും എടുത്ത് മാറ്റി ക്ലീൻ ചെയ്തെടുക്കണം. ഇനി ഇത് നമ്മൾ മഞ്ഞൾ, ഉപ്പ്, കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് അതിൽ നിന്ന് കോട്ട് ചെയ്തെടുക്കണം. കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഡാർക്ക് സോയ സോസാണ് ഞാൻ യൂസ് ചെയ്തത്. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് അതിനൊന്ന് യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് വെക്കണം. ഈ കൊഞ്ച് ചെയ്യുമ്പോൾ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ വറുക്കുമ്പോൾ അത് ചുരുണ്ടു പോകും. ഒരു പാനിലേക്ക് ബട്ടറിട്ട് ഒരു പിടി വെളുത്തുള്ളി ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ഇട്ടൊന്ന് വാട്ടിയതിന് ശേഷം കൊഞ്ച് നിരത്തി വെക്കണം. തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ആയി വരുമ്പോഴേക്ക് 1 ടീസ്പൂൺ എന്തെങ്കിലും പൗഡർ, ഒന്നെങ്കിൽ മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ഇച്ചിരി വെള്ളത്തിൽ കലക്കി അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ടതിന് ശേഷം ഒന്ന് സ്റ്റർ ചെയ്ത് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കൊഞ്ച് ഫ്രൈ റെഡിയായി കിട്ടും. ട്രൈ ചെയ്ത് നോക്കൂ. എൻജോയ്.